വെൽക്കം ടു കൈരളി ഹെൽത്ത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ആൻറ്റി ഏജിങ് ക്രീമും ആൻറ്റി ഏജിങ് ഒക്കെ നമുക്ക് അതിനുള്ള മാസ്കുമാണ്. അതായത് നമ്മുടെ പ്രായം ആകുമ്പോൾ നമുക്ക് മുഖത്തുണ്ടാകുന്ന ചുളിവുകളും പാടുകളും മാറ്റിയെടുക്കാനുള്ളതാണ്. അതായത് ഒരു 50 വയസ്സൊക്കെ ഉള്ള ഒരു ആളുടെ ഫേസ് ഒരു 30-35 വയസ്സുള്ള ഒരാളുടെയൊക്കെ ആക്കി നമുക്ക് ഇത് ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ശരിക്കും ഒന്ന് ലൂസ് ആവും, പിന്നെ ചുളുങ്ങാൻ തുടങ്ങും, പിന്നെ സ്കിന്നിൽ തന്നെ കറുത്ത ചെറിയ പാടുകൾ അങ്ങനെയുള്ള ഇതൊക്കെ വരും. അപ്പൊ അത് മാറ്റിയെടുക്കാൻ 2 പ്രൊഡക്റ്റാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. ഒന്ന് വന്നിട്ട് ഫേസ് മാസ്കും, പിന്നെ ഒന്ന് വന്നിട്ട് ക്രീമും. ഓക്കെ, അപ്പൊ അതിൽ കുറച്ച് വീഡിയോ കൂടുതൽ കുറച്ച് ലെങ്ത് ആയിരിക്കും. ഇത് രണ്ടും കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഫേസ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബദാം വെള്ളത്തിൽ ഇട്ടിട്ട് 12 hours വെള്ളത്തിലിട്ട് ശേഷം നമ്മൾ തോല് ഇങ്ങനെ കളഞ്ഞിട്ട് എടുക്കുക. ഇതിന് നമുക്ക് ബദാമും പിന്നെ അതിൻ്റെ ഓയിലും നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയിൽ ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. തോല് നമുക്ക് ഒരു 12 hours ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടി വരും. ഇതിലിപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്താൽ മതി. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിൽ ഞാനിപ്പോൾ കറ്റാർവാഴയുടെ ഒറിജിനൽ കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ, ഇതെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ കറ്റാർവാഴ ഇല്ലെങ്കിൽ കറ്റാർവാഴയുടെ ക്രീം നമുക്ക് ജെല്ല് മേടിക്കാൻ കിട്ടും. 100% പ്യുവർ ആയിട്ടുള്ള ആ ജെല്ല് നമുക്ക് ഇത് ഇപ്പം ഇടേണ്ട ആവശ്യമില്ല. നമ്മളിത് അരച്ച ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം, ഒരു 1/2 സ്പൂണ്. അപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനത്തെ ആയതുകൊണ്ട് ഇതിൽ ഇട്ട് കൊടുത്തിരിക്കണം. ഇനി നമുക്ക് ഈ ബദാം നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിത് മിക്സിയിൽ അടിച്ചെടുക്കാൻ എളുപ്പത്തിന് ഞാനിത് പൊട്ടിച്ച് ഇട്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാനിത് ജസ്റ്റ് നമുക്ക് കുറച്ച് ഒരു 1/4 സ്പൂൺ വെള്ളം എന്തെങ്കിലും കൂടി ചേർത്തിട്ട്, അധികം ചേർക്കരുത്, നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഞാനിത് അരച്ച് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഇനി നമുക്കിതിൽ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതിലെ നമുക്കതിൻ്റെ ലിക്വിഡാണ് വേണ്ടത്. ശരിക്കും ഇത് 2-3 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. പക്ഷെ ഉണ്ടാക്കി എടുക്കാൻ ഒരു കുറച്ച് മെനക്കേടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. കാരണം പ്രായമായവർക്ക് മാത്രമല്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ ക്രീമൊക്കെ ചുമ്മാ മേടിക്കുന്നതിനെക്കാട്ടും വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പം ഇതൊരു അരിപ്പിയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ ഇതെടുക്കുക. നിങ്ങൾക്ക് നമ്മളിപ്പോൾ അരയ്ക്കുമ്പോൾ വെള്ളത്തിന് പകരം നമുക്ക് റോസ് വാട്ടർ വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ ഇതും നമ്മൾ കളയരുത്. ഇതെല്ലാം ബദാം നമുക്ക് നമ്മുടെ സ്കിന്നിന് വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ ഇത് ഇങ്ങനെ എടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ. രാവിലെയും വൈകുന്നേരവും നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് മുഖത്ത് എല്ലാം നമുക്ക് ബോഡിയിലും മുഖത്ത് നമുക്ക് തേക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ആൽമണ്ട് ഓയിലാണ്. നമുക്ക് ഒരു 1/2 സ്പൂൺ ആൽമണ്ട് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റിയുടെ അളവിലാണ്. പിന്നെ ഗ്ലിസറിൻ വന്നിട്ട് നമുക്ക് നമ്മുടെ സ്കിന്ന് വന്നിട്ട് എപ്പോഴും ഓയിലി ആയിട്ടിരിക്കാനും വളരെ യൂസ്ഫുൾ ആണ്. അതുമാതിരി തന്നെ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ ഗ്ലിസറിൻ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഒരു 1/4 സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതും കൂടി എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ നമ്മുടെ വാസലൈൻ ജെല്ലി വേണമെങ്കിൽ നമുക്ക് വാസലൈൻ ചേർക്കാം. അപ്പം ഞാൻ ഇതിൽ ചേർക്കില്ല. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം.
നമുക്കിത് ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാസലൈനിന്റെ ഇത് ചേർത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. കുറച്ചു നേരം കഴിയുമ്പോൾ അത് ടൈറ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ബദാമിന്റെ ഇത് തന്നെ എടുത്തിട്ട് ഇതിലിടാം. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ്. നമ്മൾ കറിയൊക്കെ വെക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വന്നിട്ട് നമ്മുടെ ഫേസ് പാക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് ഉരുളക്കിഴങ്ങ് നമുക്ക് മുഖത്തിന്റെ ശരിക്കും പ്രായം കുറയ്ക്കും. നമ്മുടെ മുഖത്തിന്റെ ഉണ്ടാവുന്ന ചുളുക്കങ്ങൾ എല്ലാം മാറാൻ ഉരുളക്കിഴങ്ങിന് കൊണ്ട് നമുക്ക് പറ്റും. ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ച് അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു ഇതിപ്പോ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസത്തേക്കൊക്കെ യൂസ് ചെയ്യാം, കൂടുതൽ യൂസ് ചെയ്യരുത്. അപ്പൊ ഞാനിപ്പോ ഇത്രയും എടുത്തിട്ടുള്ളൂ, അത്രയും മതിയാവും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വെള്ളം ചേർക്കാണ്ട് നമുക്കത് അരച്ചെടുക്കണം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ ചെയ്യണം. എന്നിട്ട് മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കോഴിമുട്ടയുടെ വെള്ളം കുറച്ചൊരു 2 സ്പൂൺ എടുത്ത് വെച്ചാൽ മതി, മുട്ടയുടെ വെള്ളം. പിന്നെ ഇതൊന്നും മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അലർജിയും ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇതൊന്നും തേച്ചിട്ട് ഒരു എന്താ പറയാ അലർജിയോ ചൊറിച്ചലോ ഒന്നും ഉണ്ടാവില്ല. മുട്ടയുടെ വെള്ളം ശരിക്കും മുഖത്തെ ചുളുക്കം മാറ്റുന്നതിനും നമ്മുടെ ഫേസ് സ്കിന്ന് ടൈറ്റ് ആക്കുന്നതിനാണ് ശരിക്കും മുട്ടയുടെ വെള്ളം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സംഭവം വന്നിട്ട് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ദിവസം ഇടവിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ഓരോരോ ദിവസം ഇടവിട്ടിട്ട് ഒരു നേരം ചെയ്യാം. ഇത് ഒരു പ്രാവശ്യം ഫേസിൽ പുരട്ടിയ ശേഷം ഒന്ന് ഫേസ് ഡ്രൈ ആയിട്ട് വലിഞ്ഞു മുറുകുമ്പോൾ ഒന്നുകൂടി തേക്കുക. അതിനുശേഷം വീണ്ടും ഫേസ് ഡ്രൈ ആവുമ്പോൾ നമ്മളൊന്ന് റബ്ബ് ചെയ്തിട്ട് കഴുകിക്കളയാം. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇതിപ്പോ നമുക്ക് ഒരു അലർജിയും എല്ലാ സ്കിൻ ടോണിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് ആണത്. വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഈ ഒരു ഫേസ് മാസ്കും ഇതും കാട്ടും ഏറ്റവും നല്ല ഒരു ഇതാണ്. അപ്പൊ ഒരു തവണ നമ്മൾ യൂസ് ചെയ്ത ശേഷം നമ്മൾ ഡ്രൈ ആയിട്ട് വീണ്ടും നമ്മൾ തേക്കുമ്പോൾ ഈ രീതിയിൽ അങ്ങ് തേക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഡ്രൈ ആയിട്ട് വീണ്ടും നമ്മുടെ ഫേസിൽ ഒന്നും കൂടി ഇതെടുത്ത് തേച്ച ശേഷം കഴുകിക്കളയുക. നമ്മൾ ഡെയിലി ചെയ്യേണ്ട, ഒരു ദിവസം ഇടവിട്ട് ചെയ്യുക. അതിനുശേഷം ഇത് വന്നിട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് രാവിലെയും വൈകുന്നേരം ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് പുരട്ടി ഒന്ന് ഡ്രൈ ആവുമ്പോൾ നമുക്കൊന്ന് കഴുകിക്കളഞ്ഞാൽ മതി. ഓക്കെ, ഇത് നമുക്ക് വാസലൈനിന്റെ ജെല്ലി ഒക്കെ വേണമെങ്കിൽ ഈ വാസലൈൻ വേണമെങ്കിൽ നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കണില്ല, അത് നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോ കയ്യിൽ പുരട്ടി എന്നുള്ളതല്ല, നമുക്കിത് എവിടെ വേണമെങ്കിലും നമുക്ക് വേണ്ട സ്ഥലത്ത് എവിടെയാണോ അവിടെ നമുക്കിത് പുരട്ടാവുന്നതാണ്. നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ ചെയ്യാം. കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് വലിയും കേട്ടോ, നല്ലോണം ഡ്രൈ ആവുമ്പോൾ മുട്ടയല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്ത ശേഷം നമ്മുടെ ഇതിൽ ഡ്രൈ ആവാൻ വെക്കാം. അതിനുശേഷം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ചു കളയരുത്, വീണ്ടും നമുക്കിത് പുരട്ടാം. അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റ് നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവാനും നമ്മുടെ സ്കിന്നിലെ ചുളുക്കം മാറാനും പിന്നെ അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സുകൾ അതെല്ലാം പോകാനും കരിവാളിപ്പ് അങ്ങനെയുള്ളതെല്ലാം പോകാനും നമുക്കത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഈ അറിവ് ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.